ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിൽമയുടെ ഒരു പാക്കറ്റ് പാലുമായിട്ട് നിൽക്കുകയാണ്. പശുവിൻ പാല് എന്ന് പ്രത്യേകം എഴുതിയിട്ടുള്ളൊരു പാലാണ്. അപ്പോൾ ഇതാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നത് കുടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് മിൽമ ചോയ്സ് ചായക്കും എടുക്കും. അപ്പം ഞാൻ ഇതിൽ രണ്ടിൽ നിന്നും പാട എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രിയിൽ നമ്മൾ പാല് തിളപ്പിച്ച് വെക്കും. പാൽ തിളപ്പിച്ച് വെക്കുമ്പോൾ ആറിക്കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുമല്ലോ, പിറ്റേ ദിവസം രാവിലെയാണ് പാട വെട്ടി മാറ്റിയിട്ട് ആ പാലെടുക്കുന്നത്. പാട മുകളിൽ തന്നെ നല്ല കട്ടിക്ക് കാണും. അപ്പോൾ അതൊന്ന് മാറ്റി നമ്മളൊരു ബോട്ടിലാക്കി വെച്ച് എനിക്ക് ഒരാഴ്ച 1.5 ആഴ്ചയും കൊണ്ട് നെയ്യ് ഉണ്ടാക്കാനുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നത്, നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ റീസെൻ്റായിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലുള്ള ചിലർക്കൊക്കെ അറിയാത്തവർ കാണും ഇത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ അമ്മമാരൊക്കെ വീട്ടിൽ പണ്ട് ചെയ്യുന്നത് തന്നെയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ചെയ്യുന്നത് മത്തെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കറക്കുന്നത്. ഇപ്പം അതിന് നമ്മൾ ഇലക്ട്രിക്കലായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ കൈയിട്ട് ഇങ്ങനെ കടഞ്ഞാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സമയം അവരിങ്ങനെ, അതും രാവിലെ ചെയ്യത്തുള്ളൂ. അമ്മ എപ്പോഴും പറയും രാവിലെ ചെയ്യണമെന്ന്. ഇത്ര നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഒരു കുപ്പിയിൽ നിറച്ചും, പിന്നെ ഒരു കുപ്പി 1/4 ഭാഗം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പാട. അതിൽ നമുക്ക് ഇത്ര നെയ്യ് കിട്ടും. അപ്പം ഞാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ വരുന്നത് ദിവസം ഇങ്ങനെ നിറച്ച് വെക്കും. അപ്പം ഞാൻ വീണ്ടും അതിന് ശേഷം നിറച്ചാണ് ഇതാണ്ട് ഇത് ഈ 2 കുപ്പിക്കകത്തുണ്ട് കേട്ടോ, നിറച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് അതിനി അടുത്തത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ റീസെൻ്റായിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ അമ്മ കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോഴും അമ്മ കൊടുത്തു വിടാറുണ്ട്. അമ്മ ഇങ്ങനെ പാലിൻ്റെ പാടയൊക്കെ വെട്ടി വെക്കുമ്പോഴും തൈരുണ്ടാക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ അമ്മ ഇപ്പോഴും കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ തേങ്ങ കൊണ്ട് കുഞ്ഞിന് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ്. കുഞ്ഞിന് ചെറുപ്പം മുതലേ ഞാനിങ്ങനെ വെന്ത വെളിച്ചെണ്ണയിലാണ് അവന് തലയിൽ തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല സാധനമാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടതൊക്കെ വരും. നമ്മളൊരു 3-4 തേങ്ങയൊക്കെ എടുത്താലേ ഒരു 100 മില്ലിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ കുറേ തേങ്ങ തിരുമ്മി അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പാലെടുത്ത് കുറേ സമയം ഇങ്ങനെ അടുപ്പിൽ വെച്ച് ഇളക്കി അങ്ങനെയാണ് ആ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ സമയം ആയി കഴിയുമ്പോൾ ഇത്ര എണ്ണ, ഞാനൊരു 3 വലിയ തേങ്ങയ്ക്കകത്തു നിന്നാണ് ഇത്ര എണ്ണ എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കക്കെന്ന് പറയാം, അത് നമ്മൾ വെറുതെ വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ കഴിക്കാൻ തരുമായിരുന്നു. പിന്നെ അത് ഒരുപാട് മൂത്തിട്ടാണ് സാധാരണ അമ്മയൊക്കെ എടുക്കുന്നത്. ഞാൻ ഒരുപാട് മൂപ്പിച്ചില്ല. ഇൻ കേസ് ഒരുപാട് മൂത്തിട്ടില്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. നമ്മളെന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് തേങ്ങയ്ക്ക് വരെ അരച്ചിടാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ എണ്ണ.